ലോകത്തെ ഏറ്റവും സ്വാധീനശക്തിയുള്ള മനുഷ്യരുടെ ഉറക്കം കെടുത്തിയ ഒന്നായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ. ശതകോടീശ്വരന്മാരായ ഈ അമേരിക്കൻ ബിസിനസ്സുകാരൻ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളും മനുഷ്യക്കടത്തും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ആരോപണം വരുന്നത്. എപ്സ്റ്റീൻ്റെ രഹസ്യദ്വീപിൽ നരഭോജനം അല്ലെങ്കിൽ കാനിബലിസം നടന്നിരുന്നു. 2026 പുറത്തു വന്ന ലക്ഷക്കണക്കിന് പേജുകളുള്ള രേഖകളിൽ ഈ വാക്ക് പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? നമുക്ക് പരിശോധിക്കാം. അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഏകദേശം 30 ലക്ഷം പേജുകളുള്ള രേഖകളാണ് പുറത്തുവിട്ടത്. ഇതിൽ കാനിബൽ എന്ന വാക്ക് 52 തവണയും കാനിബലിസം എന്ന വാക്ക് 6 തവണയും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഇത് കണ്ടതോടെയാണ് എപ്സ്റ്റീനും കൂട്ടാളികളും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ഭക്ഷിച്ചിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ എക്സിലും ടിക്ടോക്കിലും വ്യാപകമായത്. പ്രധാനമായും 2000-ൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള FBI റിപ്പോർട്ടാണ് ഇതിൽ ആധാരമായി പറയപ്പെടുന്നത്. എപ്സ്റ്റീൻ്റെ യാട്ടിൽ വെച്ച് കുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതായും അവിടെ നരബലി പോലുള്ള ആചാരങ്ങൾ നടന്നതായും ഒരു അജ്ഞാത സാക്ഷിമൊഴി നൽകിയിട്ടുണ്ട്. ഈ സാക്ഷിയുടെയും ഇമെയിലുകളിലും മൊഴികളിലുമാണ് നരഭോജനത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത്. എന്നാൽ ഇവിടെയാണ് നമ്മൾ വസ്തുതകൾ തിരിച്ചറിയേണ്ടത്. എപ്സ്റ്റീൻ ഫയലുകളിൽ ഈ വാക്കുകൾ ഉണ്ടെന്നത് സത്യമാണ്, പക്ഷേ അത് തെളിയിക്കപ്പെട്ട കുറ്റങ്ങളല്ല. 2019-ൽ FBIക്ക് ലഭിച്ച ഒരു ഇമെയിലിൽ ഒരു അജ്ഞാത വ്യക്തി ഉന്നയിച്ച ആരോപണങ്ങളാണ് ഈ ഫയലുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന മറ്റ് ഭൗതികമായ തെളിവുകളോ ചിത്രങ്ങളോ വീഡിയോകളോ അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിനോടൊപ്പം പ്രചരിക്കുന്ന മെക്സിക്കൻ മോഡൽ ഗബ്രിയേല റിജോ ജിമെൻസിൻ്റെ വീഡിയോ 2009-ലേതാണ്. അവർ അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എപ്സ്റ്റീൻ കേസിനോട് കൂട്ടിയിണക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. QAnon പോലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ പരിവർത്തിക്കുന്നത്. പണ്ട് പ്രചരിച്ചിരുന്ന പിസ്സാഗേറ്റ് വിവാദത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇത് എന്ന് ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ വ്യക്തമാക്കുന്നു. എപ്സ്റ്റീൻ ഫയലുകളിൽ നരഭോജനത്തേക്കാൾ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. ലോക പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായികൾ എന്നിവർ എപ്സ്റ്റീനുമായി നടത്തിയ സംഭാഷണങ്ങളും ഇടപാടുകളും ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ് മുതൽ ഇന്ത്യൻ വ്യവസായിയായിട്ടുള്ള അനിൽ അംബാനി വരെയുള്ളവരുടെ പേരുകൾ ഈ രേഖകളിൽ പരാമർശിക്കപ്പെടുന്നു. ഈ പ്രമുഖർക്ക് എപ്സ്റ്റീൻ നടത്തിയ ലൈംഗിക റാക്കറ്റിൽ പങ്കുണ്ടോ അതോ ബിസിനസ് ബന്ധം മാത്രമായിരുന്നോ എന്നതാണ് ഇപ്പോൾ ഗൗരവകരമായി അന്വേഷിക്കേണ്ടത്. നരഭോജനം പോലുള്ള അതിശയോക്തിപരമായിട്ടുള്ള കഥകൾ ഇത്തരം വലിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ കാരണമായേക്കാം. ചുരുക്കത്തിൽ, എപ്സ്റ്റീൻ ഫയലുകളിൽ കാനിബലിസത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന ചില ഇമെയിലുകളിലെ പരാമർശങ്ങൾ മാത്രമാണത്. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കപ്പുറം തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് പ്രാധാന്യം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.